സെക്കൻഡ് ആൻഡ് ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. y എന്നുള്ളത് ഫംഗ്ഷൻ ഓഫ് എക്സ് ആണെന്ന് വിചാരിക്കുക. വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതിനെയാണ് നമ്മൾ y ഡാഷ് അതായത് y പ്രൈം dy ബൈ ഡി എക്സ് ഈ നൊട്ടേഷൻസ് യൂസ് ചെയ്തിരുന്നത്. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണത്. വൈയുടെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതാണ് dy ബൈ ഡി എക്സ്. അതാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി സെക്കൻഡ് ആൻഡ് ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് നോക്കാം. സോ y ഡബിൾ പ്രൈം അതല്ലെങ്കിൽ y ഡബിൾ ഡാഷ് എന്നുള്ളത് നൊട്ടേഷനാണ്. അതിന് മറ്റൊരു നൊട്ടേഷനാണ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. അത് കാണാൻ വേണ്ടിയിട്ട് വൈയുടെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിനെ, അതായത് ഡി വൈ ബൈ ഡി എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈയുടെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കുക. എഗെയിൻ ഒരു പ്രാവശ്യം കൂടി അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ വൈയുടെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിനെ ഒന്നും കൂടി വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തേർഡ് ഓർഡർ ഡെറിവേറ്റീവ് കിട്ടും. അതിനെ വൈ ട്രിപ്പിൾ പ്രൈം അതല്ലെങ്കിൽ ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ്, ഈ ഒരു നൊട്ടേഷനാണ്. ഇങ്ങനെ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ജനറലി ഒരു തേർഡ് ഓർഡറും കഴിഞ്ഞാൽ ഫോർത്ത് ഓർഡറിന് ഈ ഒരു നൊട്ടേഷൻ അതല്ലെങ്കിൽ വൈ ഒരു ബ്രാക്കറ്റിൽ റേസ് ടു 4 ഈ ഒരു നൊട്ടേഷനാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈയുടെ ഫോർത്ത് ഓർഡർ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, വൈ എന്നുള്ളത് ഫംഗ്ഷൻ ഓഫ് എക്സ് ആണെന്ന് വിചാരിക്കുക. ദെൻ ഈ ഒരു നൊട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡി റേസ് ടു 4 വൈ ബൈ ഡി എക്സ് റേസ് ടു 4 ഇതാണ്. അതായത് വൈയുടെ ഫോർത്ത് ഓർഡർ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. ജനറലി വൈ ടു ദ പവർ ബ്രാക്കറ്റിൽ തന്നെ അതിൻ്റെ ഒരു നൊട്ടേഷനാണത്. അത് ഉദ്ദേശിക്കുന്നത് ഡി റേസ് ടു എൻ വൈ ബൈ ഡി എക്സ് റേസ് ടു എൻ, അതായത് വൈയുടെ nth ഓർഡർ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് വൈയുടെ n-1th ഓർഡർ ഡെറിവേറ്റീവ് അതാണിത്, അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. സോ ഇതാണ് ജനറലി സെക്കൻഡ് ആൻഡ് ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ: ഫൈൻഡ് first 4 derivatives of y equal to x cube minus 3x square plus 2. ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ 4 ഓർഡർ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം വൈ ഡാഷ്, അതായത് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക ഒരു പ്രാവശ്യം. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം, എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എന്നിൻ്റെ എക്സ് റേസ് ടു n-1 ആണ്. സോ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ, 3 ഇൻറ്റു എക്സ് റേസ് ടു 3-1 മൈനസ് 3 ഒരു കോൺസ്റ്റൻ്റ് ആണ്. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x, ദെൻ 2ൻ്റെ ഡെറിവേറ്റീവ് 0. സോ 3x സ്ക്വയർ മൈനസ് 6x. ഇനി സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് അതാണ് വൈ ഡബിൾ ഡാഷ്. അത് കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിന്, അതൊരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്, വിത്ത് റെസ്പെക്ട് ടു എക്സ് ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ 3x സ്ക്വയർ മൈനസ് 6x അതാണ് നമ്മുടെ വൈ ഡാഷ്. അതിനൊന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. 3 കോൺസ്റ്റൻ്റ് ആണ്. എക്സ് സ്ക്വയറിൻ്റെ 2x, അപ്പോൾ 3 ഇൻറ്റു 2x 6x എന്ന് കിട്ടും. ദെൻ 6xൻ്റെ 6 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. സോ 6x മൈനസ് 6. അപ്പോൾ ഇതാണ് വൈയുടെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇനി തേർഡ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിനെ ഒന്നുകൂടി വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഇതിൽ 6xൻ്റെ 6 എന്ന് വരും, മൈനസ് 6ൻ്റെ ഡെറിവേറ്റീവ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 0. ദെൻ വൈയുടെ ഫോർത്ത് ഓർഡർ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, അത് കണ്ടുപിടിക്കാനായിട്ട് തേർഡ് ഓർഡർ ഡെറിവേറ്റീവിനെ ഒന്നും കൂടി വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. 6ൻ്റെ ഡെറിവേറ്റീവ് അത് കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ 0 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ എല്ലാ ഓർഡറും നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഫിഫ്ത്ത് ഓർഡർ ഡെറിവേറ്റീവ് കാണാനായിട്ട് എഗെയിൻ 0നെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. 0 ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 0. ഇനി അങ്ങോട്ടുള്ള ഇതിൻ്റെ ഈ ഫംഗ്ഷൻ്റെ, ഇപ്പോൾ തന്നിട്ടുള്ള ഫംഗ്ഷൻ്റെ എല്ലാ ഓർഡർ ഡെറിവേറ്റീവ്സും, അതായത് ഫോർത്ത് ഓർഡർ ഡെറിവേറ്റീവ് മുതൽ അങ്ങോട്ട് 5th 6th അങ്ങനെ എല്ലാ ഓർഡർ ഡെറിവേറ്റീവ്സും 0 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ്
y ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 7 ഡിവൈഡഡ് ബൈ എക്സ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ദെൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഒന്നും കൂടിയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാവുന്നതാണ്. ഒന്നുകിൽ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാം, അതല്ലെങ്കിൽ ഇതിനെ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താലും മതി. ഞാൻ ആദ്യം കോഷ്യൻ റൂൾ വെച്ചിട്ട് പറഞ്ഞു തരാം. അപ്പോൾ വൈ ഡാഷ് കാണാൻ ഡിനോമിനേറ്റർ ഇൻറ്റു എക്സ് ഇൻറ്റു ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x², 7ൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് 7 ഇൻറ്റു ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് അത് 1 ഓൾ ഡിവൈഡഡ് ബൈ എക്സിൻ്റെ സ്ക്വയർ, അതായത് ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു 3x², 3x³ മൈനസ് ഇവിടെ 1 ഇൻറ്റു എക്സ് ക്യൂബാണ്, സോ മൈനസ് എക്സ് ക്യൂബ്, ഒരു മൈനസ് ഉണ്ട്, ദെൻ മൈനസ് 7 ഡിവൈഡഡ് ബൈ x². സോ 2x³ 3x³ മൈനസ് x³ 2x³ മൈനസ് 7 ഡിവൈഡഡ് ബൈ x². ഇനി ഇത് തന്നെ വേറൊരു മെത്തേഡിൽ ഞാൻ ചെയ്യുന്നു. വൈനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. x³ ബൈ എക്സ് പ്ലസ് 7 ബൈ എക്സ്, അപ്പോൾ x² ബൈ 7 ബൈ എക്സ്. ഇനി വൈ ഡാഷ് കാണുമ്പോൾ x²ൻ്റെ 2x ആണ്, ദെൻ 7 ഇൻറ്റു 1 ബൈ എക്സ് ആണ്, സോ 7 ഇൻറ്റു 1 ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 1 ബൈ x², സോ 2x മൈനസ് 7 ബൈ x². ഇത് തന്നെയാണ് ഇവിടെയും. ഇതിനെ സെപ്പറേറ്റ് x² കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2x³ ബൈ x², അപ്പോൾ x² ക്യാൻസൽ ആവും, ബാക്കി 2x മൈനസ് 7 ബൈ x². സെയിം തന്നെയാണ് ഏത് മെത്തേഡ് യൂസ് ചെയ്താലും കിട്ടുന്നത്. ഓക്കെ, ഇനിയും അടുത്ത ഓർഡർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഇവിടെ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാം. ഞാൻ ആദ്യം ഇവിടെ വെച്ച് നിർത്തുന്നു, കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുന്നു. x² ഇൻറ്റു ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് 2 കോൺസ്റ്റൻ്റ് ആണ്, x³ 3x², സോ രണ്ടും കൂടി ചേരുമ്പോൾ 2 ഇൻറ്റു 3x² 6x² മൈനസ് 7ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്, മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു 2x³ മൈനസ് 7 ഇൻറ്റു x²ൻ്റെ ഡെറിവേറ്റീവ് 2x ഓൾ ഡിവൈഡഡ് ബൈ x²ൻ്റെ സ്ക്വയർ, അത് x⁴ ആണ്. അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. സോ x² ഇൻറ്റു 6x² 6x⁴ മൈനസ് 2x, ഒരു മൈനസ് ഉണ്ട്, 2x³ ഇൻറ്റു 2x, അപ്പോൾ 4x³ ആണ്, 4x⁴ ആണ് വരിക. 2 ഇൻറ്റു 2 4, x³ ഇൻറ്റു x⁴. ദെൻ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, സോ പ്ലസ് ആവും. 7 ഇൻറ്റു 2x 14x പ്ലസ് 14x ഡിവൈഡഡ് ബൈ x⁴. സോ ഇവിടെ 2x⁴ പ്ലസ് 14x ഡിവൈഡഡ് ബൈ x⁴. സെപ്പറേറ്റ് ചെയ്യുമ്പോൾ 2 പ്ലസ് 14 ബൈ x³ എക്സ് ക്യാൻസൽ ആവും, ബാക്കി ഇവിടെ x³ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇത് നമ്മുടെ അടുത്ത മെത്തേഡിൽ നമ്മുടെ dy/dx ഇങ്ങനെ എടുക്കുന്നു, 2x മൈനസ് 7 ബൈ x². അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് ഏതെങ്കിലുമൊക്കെ ഒരു വഴി ചെയ്താൽ മതി. y" കാണുമ്പോൾ 2xൻ്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, മൈനസ് 7 കോൺസ്റ്റൻ്റ് ആണ്. 1 ബൈ x² ഡെറിവേറ്റീവ് കാണാൻ 1 ബൈ x² എന്നുള്ളത് x⁻² ആണ്. 1 ബൈ x⁻n എന്ന് പറഞ്ഞാൽ x⁻n ആണ്. സോ ഇതിനെ ഡെറിവേറ്റീവ് കാണുമ്പോൾ n(x⁻n - 1) -2 ഇൻറ്റു x⁻2 -2 -1, സോ -2 x⁻3, അതായത് -2 ബൈ x³ എന്ന് കിട്ടും. x⁻3നെ 1 ബൈ x³ ആണ്, സോ ഇവിടെ -2 ബൈ x³. അപ്പോൾ 2 മൈനസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആവും, പ്ലസ് 14 ബൈ x³. അപ്പോൾ സെയിം ആൻസർ തന്നെയാണ് വരിക. ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സും അതുപോലെ തന്നെ ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സും കണ്ടുപിടിക്കുന്നത്.